കണ്ടത്തിൽ നിന്ന് വെള്ളം ഇപ്പോൾ തോട്ടിലോട്ട് ഇറങ്ങും. അപ്പം തോട്ടിൽ നിന്ന് മീൻ ഇങ്ങോട്ട് കയറും. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ പങ്കാളികളെ വേണ്ട ഇന്ന് കിട്ടിയ കിട്ടിയില്ല സാധനം ഇതാണ്ട കണ്ടോളി. നമ്മൾ വൈകിട്ട് പോയി പിടിച്ച സാധനമാണ്. ഹലോ പങ്കാളികളെ, നമ്മൾ കണ്ട കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകി വന്നതുകൊണ്ട് വരാൽ കുറച്ച് മാത്രമായിട്ട് നമ്മൾ വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. കനാലിൽ നിന്ന് വെള്ളം തുറന്ന് വിട്ടിട്ട് വയലിലെല്ലാം വെള്ളം കയറി. അത്യാവശ്യം നല്ല രീതിയിൽ മീനും കയറിയിട്ടുണ്ട് കേട്ടോ. ദേ സ്ട്രൈക്ക് ഫിഷ് ഓൺ. അപ്പം എന്താണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പറ അടിയാണ്. അന്ന് നമ്മൾ നാളെ വന്ന് തൂത്തുവാരുമെന്നും പറഞ്ഞായിരുന്നു അവിടെ നിന്ന് വിട്ടത്. പക്ഷേ എങ്കിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് കുറച്ച് ദിവസം പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ വൈകിട്ട് കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി. ദേ സ്ട്രൈക്ക് ഫിഷ് ഓൺ. വേറൊരു ഫ്രോഗിലും അല്ല, നമ്മുടെ സിൽക്കിയിലാട്ടോ. സിൽക്കി ആറാടുകയാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. അപ്പം ഇപ്പോൾ പിടിക്കുന്നത് നല്ല കെയറായിട്ട് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ താഴെ പോവും. പിന്നെ അവന്മാരെ പിടിച്ചാൽ കിട്ടത്തില്ല. പോച്ചയുടെ ഇടയിൽ കൂടെ അവന്മാർ പറക്കും. അപ്പോൾ നമ്മൾ വേണ്ട ഗംബൂട്ട് മസ്റ്റായിരിക്കും നമ്മൾ പോകുമ്പം. എവിടെ നിന്നൊക്കെയാണ് കടിയൊക്കെ കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അട്ടകടിയും കിട്ടും, ചേരയുടെ കടിയും കിട്ടിയെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഗംബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോവാം മീൻ പിടിക്കാൻ പോകുമ്പോൾ. സ്ട്രൈക്ക് ഫിഷ് ഓൺ. അത് നല്ല സൈസ് സാധനം. വാവ്, കണ്ടില്ലേ? ഇതാണ് ടാസ്ക്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുണ്ടോ കേട്ടോ. അല്ലാതെ എന്ത് ചെയ്യാനാ. ഒന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും. കവറിനകത്തിട്ടുകൊണ്ട് തന്നെ നമുക്ക് അവനെ റിലീസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പോട്ട് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും എറിയാം. അതാണ്, നടുക്ക് ഭാഗത്ത് പോയി നിൽക്കുക, നമുക്ക് ചുറ്റും എറിയാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ. ഒരെണ്ണം ഇപ്പം അടിക്കടാമനെ. സമയമില്ല, നേരം വൈകി വരികയാണ്. അടിച്ചോ, അടിച്ചോളാൻ പറഞ്ഞു അടിക്കുക. ഇത്രയും അനുസരണയുള്ള സാധനം വേറെ എവിടെ കിട്ടും? ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ഇത്രയും അനുസരണയുള്ള സാധനം. അടിപൊളി സാധനം കയറത്തെ, അടിപൊളി ഫൈറ്റ്. സാധനം അടിച്ചാണ്. ആടി പൊട്ടി മോനെ, ഒരെണ്ണം കയറി പോയില്ല. കുരുങ്ങി. ചെറുതാണോ? അല്ല നാടന. നല്ല ഹുക്കപ്പ.
അയ്യോ ഇപ്പോൾ പോയരെ വാ കയറി കരയ്ക്കോട്ട് കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ പിന്നെ പോക്കടിയാവും. അപ്പോൾ പങ്കാളികളെ നേരം വൈകി തുടങ്ങി കേട്ടോ, സന്ധ്യയായി തുടങ്ങി. നമുക്ക് കിട്ടാൻ പറ്റുന്നിടത്തോളം നമുക്ക് പിടിച്ചുകൊണ്ട് സ്ഥലം വിടാം. ഇരുട്ടായി കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കുറച്ച് നടക്കാനുമുണ്ട്, നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് കുറച്ച് നടക്കണം. അപ്പം പോകുന്ന വഴിക്കൊക്കെ കുറച്ച് പോച്ചയും കാര്യങ്ങളൊക്കെ, അപ്പം ഇച്ചിരി കണ്ണ് കാണാൻ പകലെ നമുക്ക് അങ്ങോട്ട് തിരിച്ച് പോകണം, അല്ലെങ്കിൽ ടാസ്ക്കാണ്. വേണ്ട സ്ട്രൈക്ക്. എൻ്റെ മോനെ എന്നെ അടിയാന്ന് മേടിച്ചേ. അടിയുടെ പെരുന്നാളാട്ടോ, വാരാലൊക്കെ ഭ്രാന്തടിക്കുകയാണ്. സ്ട്രൈക്ക്, ഫിഷ് ഓൺ. പറഞ്ഞില്ലേ ഒരു രക്ഷയില്ല. സിൽക്കിയുടെ റിസൾട്ട് കണ്ടോ, ഒരു രക്ഷയില്ല. ചെറുതും വലുതും എല്ലാം അടിച്ചോളും. കിട്ടില്ല സാധനം. അപ്പോൾ പങ്കാളികളെ വേണ്ട, ഇന്ന് കിട്ടിയ കിട്ടില്ല സാധനം ഇതാണ്ട കണ്ടോളി. നമ്മൾ വൈകിട്ട് പോയി പിടിച്ച സാധനമാണ്. അതാണ്ട് ഇറങ്ങി വരുന്നത്. എൻ്റെ മോനെ എന്തല്ലേ, കിട്ടില്ല ഹെവി സാധനം. ഓക്കെ, നാടൻ 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 നാടൻ. എൻ്റെ മോനെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ?